ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ ഇറങ്ങണം. അപ്പോൾ പപ്പക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാ പോണേ. അമ്മൂസ് ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞ് കണ്ണപ്പനപ്പം അത് കഴിഞ്ഞ് കൊടുക്കണേ. ഡെയിലി പപ്പക്കൊരു ഉമ്മ ഉള്ളതാണ്, എനിക്ക് തരാറൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവർ ഡെയിലി പപ്പ ജോലിക്ക് പോകുമ്പോൾ പപ്പക്കൊരു ഉമ്മ കൊടുത്തിട്ടേ പറഞ്ഞു വിടുകയുള്ളൂ. അത് ഡെയിലി ഞങ്ങളുടെ വീട്ടിലുള്ളൊരു കാര്യമാണ്. പക്ഷേ സ്കൂളിൽ പോകാൻ നേരത്തെ ഇപ്പം വണ്ടി കയറി കഴിഞ്ഞ് എനിക്കൊരു പ്ലെയിൻ കിസ്സും തരും. അമ്മൂസ് തരാറൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ ഇറങ്ങി. ഞങ്ങളെപ്പോഴും 9 മണിയായിട്ട് ഇറങ്ങുള്ളൂ. ഒരിച്ചിരി അങ്ങ് പോയാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് പൂച്ചമന്തി ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം. അതുകൊണ്ട് ചേട്ടൻ ലീവ് എടുത്താണ്. ലീവല്ല, ഹാഫ് ഡേ ലീവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഞങ്ങട് ടാറിടാത്ത റോഡാട്ടോ, ഷോർട്ട് കട്ടാണ്. അപ്പോൾ ആ രണ്ടും കൂടി ഓടും. അപ്പോൾ ഞാൻ ഓടലേന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കണോണ്ട് പാമ്പൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അതും നല്ല വെയിലുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ല വെയിലുണ്ട്, മുഖത്തോട്ട് നല്ലോണം വെയിലടിക്കേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കണേ. അപ്പോൾ ഞങ്ങൾ അതിലേ കൂടി പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോക്ക്. രണ്ട് സൈഡ് നല്ലോണം പുല്ല് പിടിച്ച് കാട് പിടിച്ച് അതിൻ്റെ ഇടയിൽ ഇനി കുറച്ചങ്ങ് നീക്കുമ്പോൾ ഒരു കുഞ്ഞു വഴിയാണ്. ആ വഴി കൂടി വേണം പിന്നെ നമ്മളങ്ങ് ക്രോസ് ചെയ്ത് പോകാൻ. അവിടെ നല്ലോണം കണ്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടി പോകണം. കഴിഞ്ഞ ദിവസമല്ല അവിടെ ഒരു പാമ്പിനെ ഞങ്ങൾ കാണുകയും ചെയ്ത്. ഇതിൻ്റെ ഇടയിൽ കൂടി പോകണ ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ്. വേറെ അപ്പുറത്ത് വേറെ മെയിൻ റോഡിൽ കൂടി പോകാം. പക്ഷെ അതിലെ കോളേജിൻ്റെ അതിലുള്ള റോഡായതുകൊണ്ട് രാവിലെ നല്ല വണ്ടി തിരക്കായിക്കോളൂ. അപ്പം ഞാൻ അതാണ് ഇതിലേ കൊണ്ടുവരുന്നത്. ഇതാകുമ്പോൾ വണ്ടിയില്ലാതെ ഇങ്ങനെ ഓടിപ്പോയിക്കോളൂ, ഇതിങ്ങ പേടിക്കണ്ടല്ലോ. പക്ഷേ ഈ പാമ്പിൻ്റെ സാധനം പേടിക്കണം. അപ്പോൾ അതേ കൂടെ പഠിക്കുന്ന കൊച്ചൊക്കെ വന്നിട്ടോ. അപ്പം പിന്നെ എല്ലാം അവർ ബസ്സൊക്കെ കയറ്റി വിട്ട് ഞാൻ വന്ന് ഞാൻ റെഡിയായി, ചേട്ടനും റെഡിയായി. ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വരാം. ഇതിപ്പോൾ 3ാമത്തെ ഡോസാട്ടോ. ഇനി ഒരെണ്ണം കൂടിയുള്ളത് അടുത്ത മാസമോ അതും കൂടി കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുപ്പിച്ചിട്ട് വേണം ഏട്ടന് ജോലിക്ക് കയറാനായിട്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണം. അവിടെ ഇച്ചിരി തിരക്കും ഉണ്ടാവും. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇഞ്ചക്ഷൻ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അവർ വേഗം വിടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് വേണം ഏട്ടന് ജോലിക്ക് പോകാനായിട്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി പോയിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ഇന്നലെ അവിടെ പറഞ്ഞ് ലീവ് എടുത്ത് വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.